ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. 2024 എന്ന ഈ വർഷത്തിൽ തുടർച്ചയായിട്ട് മലയാളം സിനിമകൾ ബോക്സ് ഓഫീസിൽ ചരിത്രം സൃഷ്ടിക്കുകയും ഒപ്പം തന്നെ നല്ല അഭിപ്രായങ്ങൾ നേടിയെടുത്ത് മുന്നേറുകയും ചെയ്യുന്നതിനിടയിലാണല്ലോ ഈ ആഴ്ച മെയ്യിലെ ആദ്യ ആഴ്ച തന്നെ രണ്ട് പ്രധാനപ്പെട്ട മലയാളം സിനിമകൾ, അതും രണ്ടും ബിഗ് ബഡ്ജറ്റ് സിനിമകളായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് മെയ് 3-ാം തീയതി ടൊവിനോ നായകനെത്തിയ നടിഗറാണ് തിയേറ്ററുകളിലേക്ക് എത്തിയതെങ്കിൽ ഒരു ദിവസം മുന്നേ മെയ് 1-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത് നിവിൻ പോളി നായകനെത്തിയ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയാണ്. കൂടുതൽ പ്രേക്ഷകർക്കും അറിവുള്ളതുപോലെ ആലുവക്കാരനായ നിവിൻ പോളി ആണെങ്കിലും ഇരിങ്ങാലക്കുടക്കാരനായ ടൊവിനോ തോമസ് ആണെങ്കിലും കസിൻസ് ആണ് എന്നത് നിങ്ങൾക്കറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും കസിൻസിന്റെ മെയ്യിലെ ആദ്യ ആഴ്ച ക്ലാഷ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ രണ്ട് മലയാളം ബിഗ് ബഡ്ജറ്റ് സിനിമകളും പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയിരിക്കുകയാണ്. പോസിറ്റീവ് അഭിപ്രായങ്ങളല്ല രണ്ട് സിനിമകളും തിയേറ്ററുകളിൽ നേടിയെടുത്തത്. മലയാളി ഫ്രം ഇന്ത്യ തിയേറ്ററുകളിൽ നേടിയെടുത്തത് മിക്സ്ഡ് അഭിപ്രായമാണെങ്കിൽ ടൊവിനോയുടെ നടിഗർ എന്ന സിനിമ ഇന്ന് നേടിയെടുത്തത് ആവറേജ്, ബിലോ ആവറേജ്, നെഗറ്റീവ് അഭിപ്രായങ്ങളാണ്. അതിൽ കൂടുതലും നെഗറ്റീവ് അഭിപ്രായമാണോ നോക്കി തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് സിനിമ നേടിയെടുത്തത്. ഈ രണ്ട് സിനിമകളിലും ഏതെങ്കിലും ഒരു സിനിമ കാണാനായിട്ട് ഒരുപാട് പ്രേക്ഷകർ ഇനിയും കാത്തിരിക്കുന്നുണ്ടാകുമല്ലോ. എന്തായാലും കൂട്ടത്തിൽ മികച്ച അഭിപ്രായങ്ങൾ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമ തന്നെയാണ് നേടിയെടുത്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ആവറേജും ഒപ്പം തന്നെ നല്ല അഭിപ്രായങ്ങളോടൊപ്പം തന്നെ മോശം അഭിപ്രായങ്ങളുമാണ് മലയാളി ഫ്രം ഇന്ത്യ മിക്സ്ഡ് അഭിപ്രായങ്ങളായിട്ട് ആദ്യ ദിവസം നേടിയെടുത്തത്. നിവിന്റെ സമീപകാലത്തെ മോശം അഭിപ്രായങ്ങൾ ലഭ്യമായ സാറ്റർഡേ നൈറ്റ്, ബോസ് ആൻഡ് കോ തുടങ്ങിയ സിനിമകളെല്ലാം തന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ഭേദപ്പെട്ട അഭിപ്രായങ്ങളായിരുന്നു മലയാളി ഫ്രം ഇന്ത്യ നേടിയെടുത്തത്. അപ്പോൾ നടിഗർ, മലയാളി ഫ്രം ഇന്ത്യ എന്നീ സിനിമകളിൽ ഏത് സിനിമ തിരഞ്ഞെടുക്കണമെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമ തന്നെ കൂടുതൽ പ്രേക്ഷകർ തിരഞ്ഞെടുക്കുക തന്നെ ചെയ്യുമെന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇനി ടൊവിനോയുടെ നടിഗർ എന്ന സിനിമയുടെ പ്രൈസിൽ കളക്ഷനിലേക്കും ബഡ്ജറ്റിലേക്ക് വരികയാണെങ്കിൽ ബഡ്ജറ്റ് നേരത്തെ തന്നെ പ്രേക്ഷകരെ അറിയിച്ചതുപോലെ 40 കോടിയിലേറെ ബഡ്ജറ്റ് ഉണ്ട് എന്നൊരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. തെലുഗു സിനിമാ നിർമ്മാണ കമ്പനിയായ മൈത്രി മൂവി മേക്കേഴ്സ് കൂടി സിനിമയുടെ നിർമ്മാണ പങ്കാളിയിൽ ഭാഗമാണ്. അപ്പോൾ വമ്പൻ ബഡ്ജറ്റുള്ള സിനിമയുടെ നടിഗർ എന്ന ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത സിനിമ മാറുകയാണ്. ഇനി പ്രീസെയിൽ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ 27,000-ഓളം ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെട്ടപ്പോൾ 46 ലക്ഷമാണ് സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള ഫൈനൽ പ്രീസെയിൽ കളക്ഷൻ. പ്രീസെയിൽ കളക്ഷൻ പോലും നോക്കുകയാണെങ്കിൽ കുറവാണ് എന്ന് എടുത്ത് പറയട്ടെ. കാത്തിരിക്കൂ നടിഗർ എന്ന സിനിമയുടെ ആദ്യ ദിവസത്തെ ബോക്സ് ഓഫീസ് ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾക്കായിട്ട്.